പെട്ടെന്ന് മസിൽ ഉണ്ടാക്കാൻ എന്താണ് വഴിയെന്ന് ചിന്തിക്കുന്നവരാണ് നമ്മുടെ യുവതലമുറയിലെ മിക്ക പേരും. ഇത്തരം ആളുകൾ അതിനുള്ള അന്വേഷണം നടത്തി അവസാനം കണ്ടെത്തുന്ന ഉത്തരമായിരിക്കും പ്രോട്ടീൻ പൗഡർ എന്നുള്ളത്. ഇത്തരത്തിൽ പ്രോട്ടീൻ സപ്ലിമെൻറ്റുകളുടെ ഉപയോഗം ഇന്ന് കേരളത്തിലും ധാരാളമായി കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ സാധാരണ രൂപത്തിൽ ഭക്ഷണം കഴിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്ന ഒരാൾക്ക് ഇത്തരം പ്രോട്ടീൻ പൗഡറുകൾ ആവശ്യമുണ്ടോ എന്ന കാര്യത്തിൽ ഇന്നും പല അഭിപ്രായങ്ങളുമുണ്ട്. ഇത്തരം പ്രോട്ടീൻ പൗഡറുകൾ ആർക്കൊക്കെ വേണം, ഇവയുടെ സ്ഥിരമായ ഉപയോഗം ഏതെങ്കിലും വിധത്തിൽ ദോഷം ചെയ്യുമോ എന്ന പലവിധ സംശയങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. വിപണിയെ ലക്ഷ്യമാക്കി പലതരത്തിലുള്ള പ്രോട്ടീൻ സപ്ലിമെൻറ്റുകളും നമ്മുടെ കേരളത്തിലും ലഭ്യമാണ്. ഇവയിൽ പലതും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് ആരോഗ്യ വിദഗ്ധർ തന്നെ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ആരോഗ്യശേഷി അറിഞ്ഞ് പ്രോട്ടീൻ സപ്ലിമെൻറ്റുകൾ ഉപയോഗിക്കുന്നതിനെ ആരോഗ്യ വിദഗ്ധരും ന്യൂട്രീഷനിസ്റ്റുകളും പ്രോത്സാഹിപ്പിക്കാറുണ്ട്. എന്നാൽ എന്തും അമിതമായി ഉപയോഗിക്കുന്നത് ഗുണത്തേക്കാളേറെ ദോഷമുണ്ടാക്കുകയാണ് ചെയ്യുക. കരൾ, വൃക്ക രോഗങ്ങളിലേക്കാണ് ഇത്തരം പല കാര്യങ്ങളും നയിക്കുന്നത്. 2023 ആരോഗ്യ മന്ത്രാലയം പ്രോട്ടീൻ പൗഡറിൻ്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കണക്കുകളിൽ പ്രോട്ടീൻ പൗഡറുകളും മറ്റ് സപ്ലിമെൻറ്റുകളും ഉൾപ്പെടെ 1312 സാമ്പിളുകൾ പരിശോധിച്ചതിൽ 202 എണ്ണം ഗുണമേന്മയില്ലാത്തതായി കണ്ടെത്തിയിട്ടുണ്ട് എന്നായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് 40,000-ത്തിലധികം കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ പ്രധാനമായും വടക്കൻ സംസ്ഥാനങ്ങളിലാണ് പ്രോട്ടീൻ പൗഡറുകൾ കൂടുതലായും ഉപയോഗിച്ച് കണ്ടുവരുന്നത്. കേരളത്തിലും ആരോഗ്യ പരിപാലനവും ബോഡി ബിൽഡിംഗ് മേഖലയും വളരുകയാണ്. കൃത്യമായ ധാരണയോടെ മാർഗനിർദ്ദേശങ്ങൾ നൽകി പോകുന്ന ജിം പരിശീലകരും ന്യൂട്രീഷ്യന്മാരും ധാരാളമുണ്ട്. എന്നാൽ ഇവർക്കിടയിലും അജ്ഞതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരും കുറവല്ല. ശരീരഭാരം കൂട്ടാൻ നേരെ കടയിൽ ചെന്ന് പ്രോട്ടീൻ പൗഡർ വാങ്ങിക്കഴിക്കുന്ന ചെറുപ്പക്കാർ ഉണ്ടെന്നാണ് വിൽപ്പനക്കാർ പറയുന്നത്. കിലോഗ്രാമിന് 3000 മുതൽ പ്രോട്ടീൻ പൗഡറുകൾ ലഭ്യമാണ്. ശരീരത്തിന് ആവശ്യമായ 3 പോഷകങ്ങളിൽ പ്രധാനമാണ് പ്രോട്ടീനുകൾ. 60 കിലോ ഭാരമുള്ള ഒരാൾക്ക് 60 ഗ്രാം പ്രോട്ടീൻ വേണ്ടിവരും. ദിവസേനയുള്ള ഭക്ഷണത്തിലൂടെ ഈ അളവിൽ പ്രോട്ടീൻ ലഭ്യമാകണമെന്നില്ല. പുറമേ നിന്നും പ്രോട്ടീൻ സപ്ലിമെൻറ്റുകൾ കഴിക്കേണ്ടത് ഇത്തരം സാഹചര്യങ്ങളിലാണ്. ബോഡി ബിൽഡർമാർ, അധിക വ്യായാമം ചെയ്യുന്നവർ, പ്രോട്ടീൻ നഷ്ടപ്പെട്ട രോഗാവസ്ഥയുള്ളവർ എന്നിവർക്കാണ് പ്രോട്ടീൻ സപ്ലിമെൻറ്റുകൾ ആവശ്യമായി വരിക. ആവശ്യാനുസരണം കൃത്യമായ അളവിൽ മരുന്ന് പോലെ പ്രോട്ടീൻ എടുക്കുകയാണ് പ്രധാനം. ഇത് ഭക്ഷണത്തിനു പകരമല്ല എന്ന ധാരണയും വേണം. വിപണിയിൽ ലഭ്യമാകുന്ന എല്ലാ പ്രോട്ടീനും അപകടകാരികളല്ല. പാലുൽപ്പന്നങ്ങളിൽ നിന്നെടുക്കുന്ന പ്രോട്ടീനുകളാണ് വേ പ്രോട്ടീൻ. സസ്യങ്ങളിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന പ്രോട്ടീനുകളും ലഭ്യമാണ്. ഭക്ഷണവുമായി ബന്ധപ്പെട്ട് ICMR പുറത്തിറക്കിയ പുതുക്കിയ മാർഗനിർദ്ദേശങ്ങളിൽ പ്രോട്ടീൻ സപ്ലിമെൻറ്റുകൾ സ്ഥിരമായി കഴിക്കുന്നത് ഉപേക്ഷിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കായിക താരങ്ങൾ ഉൾപ്പെടെ ഭക്ഷണത്തിലൂടെ തന്നെ ആവശ്യം വേണ്ട പ്രോട്ടീൻ എടുക്കണമെന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. ഹെപ്പറ്റോളജിസ്റ്റ് ഡോക്ടർ എബി സിറിയക്കിൻ്റെ നേതൃത്വത്തിൽ നടന്ന സിറ്റിസൺ പ്രോട്ടീൻ പ്രോജക്റ്റിൻ്റെ ഭാഗമായി വിപണിയിൽ ലഭ്യമായ 36 പ്രോട്ടീൻ ബ്രാൻഡുകളുടെ ഗുണമേന്മയും പ്രോട്ടീൻ അളവും പരിശോധിച്ചിരുന്നു. അമിനോ ആസിഡ് സ്പൈക്കിംഗ്, അതായത് ശരീരത്തിന് ഗുണമില്ലാത്ത നിലവാരം കുറഞ്ഞ അമിനോ ആസിഡുകൾ ഉപയോഗിച്ച് പ്രോട്ടീൻ ഉണ്ടാക്കുന്നത് ഉൾപ്പെടെ വിവിധ പ്രശ്നങ്ങൾ ഇതിൽ കണ്ടെത്തി. ഉൽപ്പന്നങ്ങളുടെ പുറത്ത് രേഖപ്പെടുത്തിയ അളവുകളിൽ ഏറ്റക്കുറച്ചിലുകളുണ്ടെന്നതാണ് ഒരു പ്രധാന കണ്ടെത്തൽ. ചിലതിൽ രേഖപ്പെടുത്തിയതിൽ കൂടുതൽ പ്രോട്ടീൻ അളവ് കണ്ടെത്താനായി. ഇവക്ക് പുറമെ രുചി, നിറം, ഉൽപ്പന്നത്തിൻ്റെ ആയുസ് എന്നിവ കൂട്ടാൻ രാസവസ്തുക്കളും ചേർക്കാറുണ്ട്. ഗ്രീൻ ടീയുമായി ബന്ധമില്ലാത്ത ഗ്രീൻ ടീ എക്സ്ട്രാക്ട് പ്രോട്ടീൻ പൗഡറുകളിൽ ചേർക്കുന്നത് ഗുണകരമല്ലെന്ന് പഠനത്തിലുണ്ട്. ശരീരത്തിന് ദോഷം ചെയ്യുന്ന ലോഹങ്ങളുടെ സാന്നിധ്യം, ഹെർബൽ പ്രോട്ടീനിൽ കീടനാശിനികളുടെ സാന്നിധ്യം എന്നിവയും ചില പഠനങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഓൺലൈൻ വെബ്സൈറ്റുകളിൽ വ്യാജന്മാർ കൂടുതലുണ്ട്. യഥാർത്ഥ ഉൽപ്പന്നത്തെ വെല്ലുന്ന പാക്കിങ്ങുമായി അവതരിക്കുന്ന ഇത്തരം വ്യാജ പ്രോട്ടീൻ പൗഡറുകൾ ഗുണനിലവാരത്തിൽ വളരെ പിന്നിലാണ്. വിലക്കുറവ് കൊണ്ട് പലരും ഇതിനു പിന്നാലെയാണ് പോകുന്നത്. കൃത്യമായ ധാരണയാണ് ഇതിന് ആവശ്യം വേണ്ടത്. അനാവശ്യ ചേരുവകളില്ലാത്ത നിലവാരമുള്ള പ്രോട്ടീൻ പൗഡറുകൾ കൃത്യമായ വ്യായാമത്തിനൊപ്പം സപ്ലിമെൻ്റായി എടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഭക്ഷണത്തിലുള്ള പ്രോട്ടീൻ്റെ അളവും ശരീരത്തിൻ്റെ ആവശ്യവും പരിഗണിച്ചാവണം ഇങ്ങനെ ചെയ്യേണ്ടത്. ആരോഗ്യപരമായ എല്ലാ അറിവുകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൻ ഓൺ ആക്കുകയും ചെയ്യുക. ബെല്ലൈക്കൻ ഓൺ ചെയ്യുമ്പോൾ ഓപ്ഷൻ കാണിക്കുകയാണെങ്കിൽ ആൾ പ്രസ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.